ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ മുട്ട കൊണ്ടുള്ളൊരു കിടിലനായിട്ടുള്ള വെറൈറ്റി മുട്ട മസാലയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. ഇത് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും മുട്ട പൊരിച്ചിട്ടും പുഴുങ്ങിയിട്ടും ഒക്കെ കഴിച്ചാൽ പോരല്ലോ. നമുക്കിത് എങ്ങനെ വെറൈറ്റി ആയിട്ട് ഓരോന്ന് ഉണ്ടാക്കിയാലല്ലേ അടിപൊളിയാവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിടിലൻ ഐറ്റമാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. മുട്ട മസാല ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പുഴുങ്ങാനിടാം. അപ്പോൾ നമ്മുടെ മുട്ട മസാല ഉണ്ടാക്കാനുള്ള കോഴിമുട്ട ഇതാ അവിടെ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഏകദേശം ആവാറായിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് പുഴുങ്ങിയാൽ മതിയാവും. അപ്പം അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ട മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുഴുങ്ങിയ മുട്ട തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 2ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുട്ട നമ്മൾ 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നടുവേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെക്കാം. എന്നിട്ട് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഡെയിലി നമ്മൾ ഒരേപോലെ ഇങ്ങനെ മുട്ട പുഴുങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ മുട്ട പൊരിച്ചു കൊടുക്കുക, ബുൾസ് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് മുട്ട ഉണ്ട്. ഇങ്ങനൊരു ഐറ്റം കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വന്നാലോ. അപ്പോൾ നമ്മൾ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ്, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടി. ഇത്രയും ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഇതാ കണ്ടില്ലേ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇത് 4ഉം ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആക്കി ഒന്ന് എടുക്കുക. നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കുട്ടികൾക്കാണെങ്കിൽ ഒന്ന് കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എരിവ് ഒരുപാട് കഴിക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ, അപ്പോൾ കുറച്ച് ഉപയോഗിക്കുക. ഇല്ല നമ്മൾ ബാക്കി എരിവൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇതൊന്നും ആയിട്ടുണ്ട്. ഒരുപാട് കരിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞത്. ഇനി നമ്മൾ എടുത്തു വെച്ച നടുവേ കട്ട് ചെയ്ത മുട്ട ഇതിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം അടുത്ത ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡിൽ മസാലയൊക്കെ പിടിച്ചപ്പോൾ ഇതാ അടുത്ത സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ടോട്ടലി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇതിൽ നന്നായി ഒന്ന് പിടിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പോൾ കൂട്ടുകാരെ, ഇതാ നമ്മുടെ മുട്ട മസാല ഇതവിടെ തയ്യാറായിട്ടുണ്ട്. കിടിലനാണ് കേട്ടോ ഇത്. കിടിലൻ ടേസ്റ്റാണ്. മുട്ടൻ്റെ ഒന്നും ആ ഒരു മണം ഒന്നും ഉണ്ടാവില്ല. മുട്ടൻ്റെ മണം കൊണ്ട് ആ ഒരു മുട്ട കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ മുട്ടക്കറി വെക്കാനൊക്കെ നമുക്ക് ടൈം ഇല്ല എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സൂപ്പറാണ്. നമുക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമ്മളെപ്പോഴും മുട്ട പൊരിച്ച് കഴിക്കുക, പുഴുങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മുട്ട മസാല അതാ നമ്മളൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. കിടിലനാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടൻ്റെ മണമൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ അവരടിച്ച് പൊളിച്ച് കഴിക്കും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മുട്ട പുഴുങ്ങിയിട്ടും പൊരിച്ചിട്ടും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്കും ഒരു മടുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഡിഷ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.